റഷ്യൻ വിപ്ലവം. ഹലോ സുഹൃത്തുക്കളെ, ലോകചരിത്രത്തെയും രാഷ്ട്രീയ ഭൂപടത്തെയും ഒരുപോലെ മാറ്റിമറിച്ച ഏറ്റവും വലിയൊരു ജനകീയ മുന്നേറ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. റഷ്യൻ വിപ്ലവം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1917-ൽ റഷ്യയിൽ നടന്ന ഈ വിപ്ലവം നൂറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിക്കുകയും ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യത്തിന്റെ ഉദയത്തിന് വഴിതെളിക്കുകയും ചെയ്തു. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നതും ഏതൊരു ചരിത്ര വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതുമായ റഷ്യൻ വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1917 ആണ്. നൂറ്റാണ്ടുകൾ നീണ്ട രാജഭരണത്തിന് അന്ത്യം കുറിച്ചതും ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് സർക്കാർ നിലവിൽ വന്നതും ഈ വർഷമാണ്. ഫെബ്രുവരിയിലും ഒക്ടോബറിലുമായി വ്യത്യസ്ത ഘട്ടങ്ങളായാണ് റഷ്യയിൽ ഈ വിപ്ലവം അരങ്ങേറിയത്. 2. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന സൂത്രധാരനും നേതാവും ആരായിരുന്നു? വ്ളാഡിമിർ ലെനിൻ. റഷ്യയിലെ സാധാരണക്കാരായ തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് വിപ്ലവത്തിന് കൃത്യമായ ദിശാബോധം നൽകിയത് ഇദ്ദേഹമാണ്. 3. റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു? റൊമാനോവ് രാജവംശം. 3 നൂറ്റാണ്ടിലധികമായി റഷ്യയിൽ ഏകാധിപത്യ ഭരണം നടത്തിവന്നിരുന്ന പരമ്പരയായിരുന്നു ഇത്. 4. വിപ്ലവം നടക്കുമ്പോൾ റഷ്യയിലെ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ. ജനങ്ങളുടെ പട്ടിണിയും ദുരിതങ്ങളും കാണാതെ കടുത്ത ഏകാധിപത്യ ഭരണം തുടർന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ജനങ്ങൾ തിരിയാൻ കാരണം. 5. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പൊതുനാമം എന്തായിരുന്നു? സാർ. ലത്തീൻ ഭാഷയിലെ സീസർ എന്ന വാക്കിൽ നിന്നാണ് റഷ്യൻ രാജാക്കന്മാരെ വിശേഷിപ്പിക്കാൻ ഈ പേര് വന്നത്. 6. റഷ്യൻ വിപ്ലവത്തിന് പ്രത്യയശാസ്ത്രപരമായ അടിത്തറ പാകിയ ചിന്തകൻ ആരാണ്? കാറൽ മാർക്സ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങളുമാണ് റഷ്യൻ തൊഴിലാളിവർഗത്തിന് വിപ്ലവവീര്യം പകർന്നത്. 7. റഷ്യൻ വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫെബ്രുവരി വിപ്ലവം. 1917 മാർച്ച് മാസത്തിലാണ് അന്നത്തെ റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി സാർ ചക്രവർത്തിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഈ വിപ്ലവം നടന്നത്. 8. ഫെബ്രുവരി വിപ്ലവത്തിന്റെ ഫലമായി റഷ്യയിൽ താൽക്കാലികമായി നിലവിൽ വന്ന ഭരണകൂടം ഏതാണ്? പ്രൊവിഷണൽ ഗവൺമെന്റ്. സർ ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് മിതവാദികളുടെ നേതൃത്വത്തിലാണ് ഈ താൽക്കാലിക സർക്കാർ രൂപീകരിച്ചത്. 9. ഈ പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തതുകൊണ്ട് ഈ സർക്കാരിനും ജനപിന്തുണ നഷ്ടപ്പെട്ടു. 10. റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒക്ടോബർ വിപ്ലവം. താൽക്കാലിക സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ലെനിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായ സോഷ്യലിസ്റ്റ് ഭരണം സ്ഥാപിച്ച വിപ്ലവമാണിത്. 11. ഒക്ടോബർ വിപ്ലവം നയിച്ച ലെനിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ബോൾഷെവിക് പാർട്ടി. റഷ്യൻ ഭാഷയിൽ ബോൾഷെവിക് എന്നാൽ ഭൂരിപക്ഷം എന്നാണ് അർത്ഥം. 12. ബോൾഷെവിക് പാർട്ടിക്കെതിരെ നിന്ന മിതവാദി വിഭാഗം ഏതു പേരിൽ അറിയപ്പെട്ടു? മെൻഷെവിക് പാർട്ടി. മെൻഷെവിക് എന്ന വാക്കിന്റെ അർത്ഥം ന്യൂനപക്ഷം എന്നാണ്. 13. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ഭൂമി, ഭക്ഷണം. പീസ്, ലാൻഡ്, ബ്രെഡ്. യുദ്ധം അവസാനിപ്പിക്കുക, കർഷകർക്ക് ഭൂമി നൽകുക, പട്ടിണി മാറ്റുക എന്നീ ആവശ്യങ്ങളാണ് ഇതിലൂടെ മുന്നോട്ടുവെച്ചത്. 14. റഷ്യൻ വിപ്ലവത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്ന അന്നത്തെ റഷ്യൻ തലസ്ഥാനം ഏതായിരുന്നു? പെട്രോഗ്രാഡ്. മുൻപ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരമാണ് ഇന്നത്തെ ലെനിൻഗ്രാഡ്. 15. റഷ്യൻ വിപ്ലവത്തിനു മുന്നോടിയായി 1905-ൽ നടന്ന സമാധാനപരമായ പ്രതിഷേധത്തിനു നേരെ പട്ടാളം വെടിവെച്ച ചരിത്ര സംഭവം ഏതാണ്? ബ്ലഡി സൺഡേ, ചോരക്കളിഞ്ഞ ഞായറാഴ്ച. നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഈ സംഭവം സാർ ചക്രവർത്തിക്കെതിരെ ജനരോഷം ഇരട്ടിക്കാൻ കാരണമായി. 16. റഷ്യൻ വിപ്ലവത്തിൽ തൊഴിലാളി കൂട്ടായ്മകളെയും സമിതികളെയും വിളിച്ചിരുന്ന പേരെന്താണ്? സോവിയറ്റ്സ്. ഫാക്ടറികളിലെ തൊഴിലാളികളും പട്ടാളക്കാരും ചേർന്ന് രൂപീകരിച്ച ഈ കൗൺസിലുകളാണ് വിപ്ലവത്തിന്റെ നട്ടെല്ലായി മാറിയത്. 17. ലെനിൻ സ്വിറ്റ്സർലൻഡിലെ ഒളിവുജീവിതത്തിൽ നിന്ന് റഷ്യയിൽ തിരിച്ചെത്തിയ ശേഷം പുറത്തിറക്കിയ വിപ്ലവ നയം ഏതാണ്? ഏപ്രിൽ തീസിസ്. താൽക്കാലിക സർക്കാരിനെ പിന്തുണയ്ക്കരുത് എന്നും എല്ലാ അധികാരാവകാശങ്ങളും സോവിയറ്റുകൾക്ക് നൽകണമെന്നും ഇതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 18. ബോൾഷെവിക് വിപ്ലവത്തിന്റെ വിജയത്തിനായി ലെനിനെ സഹായിച്ച പ്രമുഖ സൈനിക തലവൻ ആരായിരുന്നു? ലിയോൺ ട്രോട്സ്കി. റെഡ് ഗാർഡ്സ് എന്ന വിപ്ലവസേനയെ നയിച്ചുകൊണ്ട് താൽക്കാലിക സർക്കാരിന്റെ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. 19. ഒക്ടോബർ വിപ്ലവം ആരംഭിച്ച ദിവസം ഏതാണ്? 1917 നവംബർ 7. അന്നത്തെ പഴയ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഒക്ടോബർ 25 ആയിരുന്നതിനാലാണ് ഇതിനെ ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നത്. 20 ബോൾഷെവിക് സൈന്യം വളഞ്ഞുവെച്ച് പിടിച്ചെടുത്ത
താൽക്കാലിക സർക്കാരിന്റെ ആസ്ഥാനം ഏതായിരുന്നു? വിന്റർ പാലസ്. സർ ചക്രവർത്തിമാരുടെ ഔദ്യോഗിക കൊട്ടാരമായിരുന്ന ഇവിടെ വെച്ചാണ് കെറൻസ്കിയുടെ ഭരണം പൂർണ്ണമായും അവസാനിച്ചത്. 21 വിപ്ലവത്തിനുശേഷം നിലവിൽ വന്ന റെഡ് ആർമി ചുവപ്പുസേന രൂപീകരിച്ചത് ആരാണ്? ലിയോൺ ട്രോട്സ്കി. വിപ്ലവാനന്തരമുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ വിപ്ലവവിരുദ്ധരെ നേരിടാൻ ഇദ്ദേഹമാണ് ഈ ശക്തമായ സൈന്യം ഉണ്ടാക്കിയത്. 22 ബോൾഷെവിക്കുകൾക്കെതിരെ പോരാടിയ വിപ്ലവവിരുദ്ധ സഖ്യം ഏതു പേരിൽ അറിയപ്പെട്ടു? വൈറ്റ് ആർമി, വെളുത്ത സേന. വിദേശരാജ്യങ്ങളുടെ സഹായത്തോടെ സാർ ഭരണത്തെ അനുകൂലിക്കുന്നവരും മിതവാദികളും ചേർന്നാണ് ഈ സഖ്യം രൂപീകരിച്ചത്. 23 വിപ്ലവവിരുദ്ധരെയും ചാരന്മാരെയും അടിച്ചമർത്താൻ ലെനിൻ രൂപീകരിച്ച രഹസ്യ പോലീസ് സംഘടന ഏതായിരുന്നു? ചെക്ക. ഫെലിക്സ് ഡിസർഷിൻസ്കിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ സംഘടന വിപ്ലവത്തിന്റെ കാവൽക്കാരായി പ്രവർത്തിച്ചു. 24 ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റഷ്യ ജർമ്മനിയുമായി ഒപ്പുവെച്ച കരാർ ഏതാണ്? ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് കരാർ, ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോവ്സ്ക്. 1918 ഒപ്പുവെച്ച ഈ കരാറിലൂടെ വലിയൊരു ഭൂപ്രദേശം റഷ്യയ്ക്ക് നഷ്ടമായെങ്കിലും രാജ്യത്ത് സമാധാനം കൊണ്ടുവരാൻ ലെനിന് സാധിച്ചു. 25 റഷ്യൻ വിപ്ലവത്തെ ആസ്പദമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജോൺ റീ. ഒക്ടോബർ വിപ്ലവത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച ഈ അമേരിക്കൻ പത്രപ്രവർത്തകന്റെ പുസ്തകം വിപ്ലവത്തിന്റെ ഏറ്റവും മികച്ച ചരിത്രരേഖയാണ്. 26 റഷ്യൻ സാമ്രാജ്യത്തിന്റെ അവസാന ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനും കുടുംബവും കൊല്ലപ്പെട്ടത് എന്നാണ്? 1918 ജൂലൈ. ആഭ്യന്തരയുദ്ധത്തിനിടയിൽ വൈറ്റ് ആർമി ഇവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ബോൾഷെവിക്കുകൾ ഇവരെ രഹസ്യമായി വധിക്കുകയായിരുന്നു. 27 വിപ്ലവത്തിനുശേഷം സാമ്പത്തിക തകർച്ച നേരിടാൻ ലെനിൻ കൊണ്ടുവന്ന പുതിയ നയമേതാണ്? ന്യൂ ഇക്കണോമിക് പോളിസി ഓഫ് NEP. 1921 നടപ്പിലാക്കിയ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്കുള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള മുതലാളിത്ത സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് സമ്പദ്വ്യവസ്ഥയെ തിരിച്ചുപിടിക്കാൻ ഈ നയം സഹായിച്ചു. 28 റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായി 1922 രൂപീകൃതമായ വംശകൂത രാജ്യം ഏതായിരുന്നു? USSR. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് എന്ന ഈ രാജ്യം റഷ്യയും പരിസരത്തുള്ള മറ്റ് ചെറുകിട റിപ്പബ്ലിക്കുകളും ചേർന്നാണ് രൂപീകരിച്ചത്. 29 റഷ്യയുടെ പുതിയ തലസ്ഥാനമായി മോസ്കോ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1918 മാർച്ചിൽ. സുരക്ഷാ കാരണങ്ങളാലാണ് പെട്രോഗ്രാഡിൽ നിന്നും തലസ്ഥാനം മോസ്കോയിലെ ക്രെംലിനിലേക്ക് മാറ്റിയത്. 30 റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന പ്രതീകമായി മാറിയ പതാകയിലെ ചിഹ്നങ്ങൾ എന്തെല്ലാമാണ്? അരിവാളും ചുറ്റികയും ഹാമർ ആൻഡ് സിക്കിൾ. ഫാക്ടറി തൊഴിലാളികളുടെയും കർഷകരുടെയും ഒത്തൊരുമയെയാണ് ഈ ചിഹ്നം പ്രതിനിധീകരിക്കുന്നത്. 31 1924 ലെനിന്റെ മരണശേഷം USSRന്റെ നേതൃത്വത്തിലേക്ക് വന്നത് ആരാണ്? ജോസഫ് സ്റ്റാലിൻ. ലെനിന്റെ പല നയങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് കടുത്ത നിയന്ത്രണങ്ങളിലൂടെ റഷ്യ ഒരു വ്യാവസായിക വൻശക്തിയാക്കി മാറ്റിയത് ഇദ്ദേഹമാണ്. 32 സ്റ്റാലിൻ നടപ്പിലാക്കിയ 5-വർഷ പദ്ധതികൾ റഷ്യയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? പയാത്തിലെറ്റ്ക. കാർഷിക വ്യാവസായിക മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ ഈ ആസൂത്രിത പദ്ധതികൾ സഹായിച്ചു. 33 റഷ്യൻ വിപ്ലവത്തിൽ വലിയ പങ്കുവഹിച്ച വനിതാ തൊഴിലാളികളുടെ സമരം നടന്ന ദിവസമേതാണ്? മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനമായ ഈ ദിവസം തുണിമില്ലുകളിലെ വനിതാ തൊഴിലാളികൾ നടത്തിയ വലിയൊരു പണിമുടക്കാണ് ഫെബ്രുവരി വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. 34 സാർ ചക്രവർത്തിമാരെ അന്ധമായി സ്വാധീനിച്ചിരുന്ന റഷ്യൻ സന്യാസി ആരായിരുന്നു? ഗ്രിഗറി റാസ്പുടിൻ. രാജകുടുംബത്തിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് ഭരണം തകർച്ചയിലേക്ക് നയിക്കാൻ ഇയാൾ കാരണക്കാരനായി. 35 വിപ്ലവത്തിനു മുൻപ് റഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഏതു മേഖലയിലാണ് ജോലി ചെയ്തിരുന്നത്? കൃഷി. ഭൂരിഭാഗം പേരും കർഷകത്തൊഴിലാളികളും ദരിദ്രരുമായിരുന്നു. ഭൂമിയുടെ ഭൂരിഭാഗവും പ്രഭുക്കന്മാരുടെ കൈവശവുമായിരുന്നു. 36 സാർ ചക്രവർത്തി റഷ്യയിൽ ജനപ്രതിനിധി സഭയായി രൂപീകരിച്ച പാർലമെന്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡൂമ. 1905 വിപ്ലവത്തിനു ശേഷം രൂപീകരിച്ചതാണെങ്കിലും ചക്രവർത്തി ഇതിന്റെ അധികാരങ്ങൾ പലപ്പോഴും റദ്ദാക്കിയിരുന്നു. 37 റഷ്യൻ വിപ്ലവത്തിന്റെ ഫലമായി ലോകവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഏകോപിപ്പിക്കാൻ രൂപീകരിച്ച സംഘടന ഏതാണ്? കൊമിൻടേൺ ബൈൻ തേർഡ് ഇന്റർനാഷണൽ. ലോകമെമ്പാടും സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ വ്യാപിപ്പിക്കുക എന്നതായിരുന്നു ലെനിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഇതിന്റെ ലക്ഷ്യം. 38 റഷ്യൻ വിപ്ലവത്തെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവെൽ എഴുതിയ പ്രശസ്തമായ നോവൽ ഏതാണ്? ആനിമൽ ഫാം. വിപ്ലവത്തിനു ശേഷം സ്റ്റാലിന്റെ ഭരണകാലത്ത് റഷ്യയിലുണ്ടായ ഏകാധിപത്യ പ്രവണതകളെ മൃഗങ്ങളുടെ കഥയിലൂടെ ആക്ഷേപഹാസ്യമായി അവതരിപ്പിച്ച കൃതിയാണിത്. 39 ലെനിന്റെ പ്രശസ്തമായ വിപ്ലവകൃതി ഏതാണ്? ഭരണകൂടവും വിപ്ലവവും ദ സ്റ്റേറ്റ് ആൻഡ് റവല്യൂഷൻ. മാർക്സിസ്റ്റ് ആശയങ്ങളെ അടിസ്ഥാനമാക്കി
വിപ്ലവത്തിനു മുൻപ് അദ്ദേഹം എഴുതിയ പ്രധാന പുസ്തകമാണിത്. 40 റഷ്യൻ വിപ്ലവത്തിനു ശേഷം വ്യവസായശാലകളുടെയും ബാങ്കത്തിന്റെയും ഉടമസ്ഥാവകാശം ആർക്കാണ് ലഭിച്ചത്? ഭരണകൂടത്തിന്. സ്വകാര്യ മുതലാളിമാരിൽ നിന്ന് ഫാക്ടറികളും ബാങ്കുകളും പിടിച്ചെടുത്ത് സർക്കാർ വൽക്കരിക്കുകയാണ് ബോൾഷെവിക്കുകൾ ചെയ്തത്. 41 റഷ്യൻ വിപ്ലവം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാക്കളിലുണ്ടാക്കിയ സ്വാധീനമെന്തായിരുന്നു? ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ റഷ്യൻ വിപ്ലവം കാരണമായി. 42 മലയാളത്തിൽ റഷ്യൻ വിപ്ലവത്തെയും ലെനിനെയും പ്രകീർത്തിച്ച് റഷ്യ എന്ന പ്രശസ്ത കവിത എഴുതിയത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. റഷ്യയിലെ മാറ്റങ്ങളെയും ലെനിന്റെ റഷ്യയെയും പ്രകീർത്തിച്ചുകൊണ്ട് മലയാളത്തിൽ വന്ന ആദ്യകാല കവിതകളിൽ ഒന്നാണിത്. 43 വിപ്ലവാനന്തരം റഷ്യയിൽ കർഷകരുടെ ഭൂമി കൂട്ടത്തോടെ ചേർത്ത് രൂപീകരിച്ച കൂട്ടുകൃഷി സമ്പ്രദായം ഏതാണ്? കൊളക്ടിവൈസേഷൻ. സ്റ്റാലിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഈ രീതി ചെറുകിട കർഷകരുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നു. 44 റഷ്യൻ വിപ്ലവത്തിൽ വിപ്ലവകാരികൾ പിടിച്ചെടുത്ത പ്രശസ്തമായ യുദ്ധക്കപ്പൽ ഏതായിരുന്നു? ഔറോറ. ഈ കപ്പലിൽ നിന്ന് വിന്റർ പാലസിന് നേരെ വെടിയുതിർത്തതോടെയാണ് ഒക്ടോബർ വിപ്ലവത്തിന്റെ പ്രധാന നീക്കങ്ങൾ ആരംഭിച്ചത്. 45 ബോൾഷെവിക് ഭരണകൂടം റഷ്യൻ കലണ്ടറിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു? ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചു. ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പഴയ ജൂലിയൻ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ നടപ്പിലാക്കുകയായിരുന്നു. 46 റഷ്യൻ വിപ്ലവം ലോകചരിത്രത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം എന്താണ്? ലോകം 2 ചേരികളായി തിരിഞ്ഞു. വിപ്ലവത്തിനു ശേഷം മുതലാളിത്ത രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത മത്സരത്തിന് ശീതയുദ്ധം മൈൻസ് കോൾഡ് വാർ ഇത് വഴിവെച്ചു. 47 മരണശേഷം ലെനിന്റെ ഭൗതിക ശരീരം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മോസ്കോയിലെ റെഡ് സ്ക്വയറിലുള്ള ലെനിൻ മൗസോളിയത്തിൽ. പ്രത്യേക രാസപ്രക്രിയകളിലൂടെ ഇന്നും അദ്ദേഹത്തിന്റെ ശരീരം അവിടെ പൊതുജനങ്ങൾക്ക് കാണാൻ പാകത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. 48 റഷ്യൻ വിപ്ലവകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ആരാണ്? മാക്സിം ഗോർക്കി. അദ്ദേഹത്തിന്റെ അമ്മ ദ മദർ എന്ന നോവൽ വിപ്ലവകാരികൾക്ക് വലിയൊരു ആവേശമായിരുന്നു. 49 റഷ്യൻ വിപ്ലവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരുന്നു? വർഗരഹിത സമൂഹം സൃഷ്ടിക്കുക. ചൂഷകരും ചൂഷിതരുമില്ലാത്ത എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു വിപ്ലവത്തിന്റെ ലക്ഷ്യം. 50 ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. സാധാരണക്കാരായ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കുവേണ്ടി വിജയിച്ച റഷ്യൻ വിപ്ലവം പിൽക്കാലത്ത് സ്റ്റാലിനെപ്പോലെയുള്ള കടുത്ത ഏകാധിപതികളുടെ ഭരണത്തിലേക്ക് വഴിമാറാൻ കാരണം എന്തായിരിക്കാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ചുരുക്കത്തിൽ ലോകചരിത്രത്തിലെ പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവന്റെയും ഉയിർത്തെഴുന്നേൽപ്പായിരുന്നു റഷ്യൻ വിപ്ലവം. അത് രാജഭരണത്തിന്റെ അന്ത്യം കുറിക്കുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു ഊർജ്ജം പകരുകയും ചെയ്തു. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ 50 ചോദ്യങ്ങൾ വരാനിരിക്കുന്ന പരീക്ഷകൾക്കും നിങ്ങളുടെ പൊതുവിജ്ഞാനത്തിനും ഏറെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രധാന ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.